ഒരു ഡിവോഴ്സിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് ഒരുപാട് ചേഞ്ചസ് വരികയാണ്. അത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിവോഴ്സിലൂടെ കടന്നു പോകുമ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് നഷ്ടം തന്നെയാണ്. എത്രയോ വർഷങ്ങളുടെ റിലേഷൻഷിപ്പ്, മാരേജ് ആയിരിക്കാം നിങ്ങളുടെ. അപ്പം നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം, സങ്കടം തോന്നിയേക്കാം, നിങ്ങൾക്ക് പല ഇമോഷണലി നിങ്ങൾ വീക്കായേക്കാം. നിങ്ങൾ ആ സിറ്റുവേഷനെല്ലാം ഫേസ് ചെയ്യുക. ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടാതെ ഇരിക്കുക. നിങ്ങൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും ഒറ്റപ്പെട്ട് ഇരിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന ഒറ്റപ്പെടൽ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. നിങ്ങൾ മെൻ്റലി ഒരുപാട് വീക്കായിരിക്കാം. നിങ്ങൾ ഡിപ്രഷനിലൂടെയും ആങ്സൈറ്റിയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാൻ മടിക്കാതെ ഇരിക്കുക. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലിയിൽ ശ്രദ്ധിക്കുക. അല്ല, നിങ്ങളൊരു ജോലി ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഉടനെ തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹോബീസ് എന്താണോ അതെല്ലാം പൊടി തട്ടി എടുത്ത് അതൊക്കെ ചെയ്യാൻ തുടങ്ങുക. ഇപ്പം ഡാൻസിങ് ആകാം, അല്ലെങ്കിൽ പാട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർഡനിങ്ങോ, നിങ്ങൾ ഇഷ്ടമുള്ള എന്താണോ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡിവോഴ്സ് മ്യൂച്വൽ ആകാം, അല്ലെങ്കിൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആവാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും മറ്റയാളെ കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ ഇരിക്കുക. എന്താണോ കഴിഞ്ഞത് അത് കഴിഞ്ഞു. ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി മുമ്പോട്ട് പോകാൻ നോക്കുക. ഒരിക്കലും മറ്റേ ആളോട് വൈരാഗ്യം വെച്ച് പുലർത്താനോ അതല്ലെങ്കിൽ ദേഷ്യം കാണിക്കാനോ പകരം വീട്ടാനോ ശ്രമിക്കാതെ ഇരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് പ്രശ്നത്തിലാക്കുക. അതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു അവസാനം തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക, അത് ജീവിതത്തിലെ പുതിയൊരു തുടക്കം കൂടിയാണ്. അതൊരിക്കലും മറ്റേ പങ്കാളിയോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാകരുത്. നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനോടുള്ള ദേഷ്യവും വൈരാഗ്യവും വെച്ച് നിങ്ങൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമ കാണിക്കുക. ഇത് ഒറ്റൊരു ദിവസം കൊണ്ട് കഴിയുന്ന വിഷമമോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ല. ഇത് സമയമെടുത്ത് പയ്യെ മാത്രമാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിലൂടെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം. ചില ദിവസങ്ങളിൽ നിങ്ങൾ ഓക്കെ ആണ്, എല്ലാം നല്ല രീതിയിൽ പോകുകയാണെന്ന് തോന്നിയേക്കാം. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും ഇമോഷൻസ്. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കുക. ഈ ഒരു ദിവസവും കടന്നു പോകും. ഡിവോഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ ഇരിക്കുക. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അതുപോലെ ഒരുപാട് നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോകാനും ഉണ്ട്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സന്തോഷം കൊണ്ടുതരും എന്ന് വിചാരിച്ച് ഇരിക്കാതെ ഇരിക്കുക.